ഓം ശാന്തി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ളതായിരിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ തലച്ചോറ്. ശരീരത്തിൽ എന്തെങ്കിലും മുറിവേൽക്കുകയാണെങ്കിൽ നമുക്കറിയാം വളരെ വേഗം തന്നെ അതിനുള്ള കോശങ്ങൾ ഉണ്ടാകുകയും ആ കോശങ്ങളിലൂടെ ആ കോശങ്ങൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് പുനരുൽപാദനം നടത്തിക്കൊണ്ട് ആ മുറിവിനെ വീണ്ടും ഹീൽ ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായി നടക്കുന്നൊരു പ്രക്രിയയാണ്. അതേസമയം ഒരാളുടെ മനസ്സിലാണ് ആ മുറിവേൽക്കുന്നതെങ്കിൽ അത് കുറേയും കൂടെ ആഴത്തിൽ സമയം നിൽക്കും. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ അതും ഹീൽ ചെയ്യപ്പെടും. നിങ്ങളുടെ തലച്ചോറിലെ കോശങ്ങൾക്കാണ് ആ ക്ഷതമേൽക്കുന്നതെങ്കിൽ അതിൻ്റെ റീക്രിയേഷൻ വളരെ വളരെ ചുരുക്കം മാത്രമായിട്ട് സംഭവിക്കുന്നുള്ളൂ. അതേസമയം ദിവസമുള്ളതായിരിക്കുന്ന നമ്മുടെ ജീവിതശൈലി കൊണ്ട് ആധുനിക ലോകത്തെ യാതൊരു നിയന്ത്രണവുമില്ലാത്ത ജീവിതശൈലിയിൽ പോകുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അനവധി ബ്രെയിനിലെ തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം ചില സ്വഭാവങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് വളർന്നു വരുന്ന തലമുറയ്ക്ക് പലപ്പോഴും ഓർമ്മശക്തി വളരെ കുറവായിട്ട് മാറുന്നു. കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ശക്തി അവർക്ക് കുറയുന്നു. പെട്ടെന്ന് ക്ഷീണം അനുഭവപ്പെടുന്നു. ഒരിക്കലും ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ലക്ഷ്യത്തിലെത്താൻ പറ്റാത്ത രീതിയിൽ അവർ വീണുപോകുന്നു. ഇതിൻ്റെയൊക്കെ കാരണം നമ്മുടെ തലച്ചോറിനെ ക്ഷതമേൽപ്പിക്കത്തക്ക രീതിയിൽ അഥവാ അതിൻ്റെ കപ്പാസിറ്റി കുറയ്ക്കത്തക്ക രീതിയിലുള്ളതായിരിക്കുന്ന നമ്മുടെ ചില സ്വഭാവങ്ങളാണ്. ഇന്ന് ആ ഒരു സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നും അതിനെ വീണ്ടും നമുക്ക് ഇല്ലാതാക്കി അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് നമ്മുടെ ബ്രെയിൻ പവറിനെ കൂട്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളതായിട്ടോ ലൈഫ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചെയ്യുന്നത്. പണ്ട് ഞാൻ സ്ട്രെസ് മാനേജ്മെൻറ്റ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു പുതിയ രോഗത്തെക്കുറിച്ച് ആദ്യം ഞാൻ അറിഞ്ഞിരുന്നു. ടാറ്റ് എന്നാണ് പേര്, ടയേർഡ് ഓൾ ദ ടൈം. മുന്നൊരു വീഡിയോ ഇതിനെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ആധുനിക തലമുറയിലെ മനുഷ്യന്മാരെല്ലാം തന്നെ എല്ലാ സമയത്തും ടയേർഡാണ് എന്ന്. അതായത് രാവിലെ എഴുന്നേറ്റ് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ വൈകി എഴുന്നേറ്റതിൻ്റെ ഉറക്കം പോരാത്തതിൻ്റെ ക്ഷീണം, ഓഫീസിലെത്തുമ്പോഴേക്കും യാത്ര ചെയ്ത് ചെന്നതിൻ്റെ ക്ഷീണം, ഉച്ചയാകുമ്പോഴത്തേക്കും വിശന്നതിൻ്റെ ക്ഷീണം, വൈകുന്നേരം ആകുമ്പോൾ ചായ കുടിക്കാനായിട്ടുള്ള ക്ഷീണം, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ളതായിട്ടുള്ള ക്ഷീണം. ഇങ്ങനെ മനുഷ്യന്മാർക്ക് ക്ഷീണമില്ലാത്ത സമയമില്ല എന്ന്. ഇപ്പോൾ വേറൊരു പുതിയ രോഗം നമ്മുടെ ഇന്നത്തെ മനുഷ്യന്മാരുടെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അറിയാതെ എല്ലാ മനുഷ്യന്മാരും തല കുനിച്ചിരിക്കുന്നവരും തല കുനിച്ച് നടക്കുന്നവരും ആയിപ്പോയി. എപ്പോഴൊക്കെ ഫ്രീ ഉണ്ടോ അപ്പോഴൊക്കെ തല കുനിച്ചിരിക്കുക എന്നുള്ള ശീലമായി. പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ? എപ്പോൾ നോക്കിയാലും മനുഷ്യന്മാരുടെ കണ്ണെന്തിലായിരിക്കും? മൊബൈലിലായിരിക്കും. എന്നാൽ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മൊബൈൽ ഉപയോഗിക്കുന്നത് ഓക്കെ. പക്ഷെ എല്ലാ സമയത്തും ഒന്നുമില്ലെങ്കിലും വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഇങ്ങനെ ഓടിച്ചു നോക്കി ഇങ്ങനെ മാത്രം തല കുനിച്ച് മൊബൈലിൽ മാത്രം തൻ്റെ ലോകമായിട്ട് ഒതുങ്ങുമ്പോൾ മനുഷ്യന്മാർക്ക് ഇറിറ്റേഷൻ കൂടിക്കൊണ്ടിരിക്കും. രാത്രി മൊബൈലിൽ ഒരുപാട് സമയം നോക്കി അതിൻ്റെ റേഡിയേഷനിൽ ഉറങ്ങുമ്പോൾ ഉറക്കം നിങ്ങൾക്ക് പ്രോപ്പർ ആവില്ല. ഉറക്കം പൂർണ്ണമായി വരാതിരിക്കുമ്പോൾ മനുഷ്യന്മാർക്ക് വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ ഇറിറ്റേറ്റഡ് ആയിരിക്കും. ഉറങ്ങുന്ന സമയത്ത് എന്തൊക്കെയോ വീഡിയോ കണ്ട് മനസ്സിനുള്ളിലേക്ക് കുറേ നെഗറ്റീവായിരിക്കുന്ന ഇമോഷൻസിനെ ഇഞ്ചക്ട് ചെയ്ത് ഉറങ്ങുന്നത് കൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉറക്കം പൂർത്തിയാവില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉറക്കം പൂർത്തിയാവാതെ ഉണരേണ്ടി വരുമ്പോൾ നമ്മുടെ ശരീരം പൂർണ്ണമായിട്ടൊരു പോസിറ്റീവ് അല്ലാത്ത നെഗറ്റീവായിട്ടൊരു സ്റ്റേജിലായിരിക്കും ഉണരുണ്ടായിരിക്കുക. അഥവാ ഒരു എന്തിനോടും ഏതിനോടും നെഗറ്റീവ് പ്രതികരണം ഒരു മെൻറ്റാലിറ്റി വരാൻ തുടങ്ങും. അങ്ങനെ ദേഷ്യം കൂടും തോറും ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഒരു പ്രാവശ്യം നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ബ്രെയിൻ സെല്ല് ഒന്നെങ്കിലും അതിന് ഡാമേജ് ആക്കിയിട്ടുണ്ടാവും. അങ്ങനെ പതുക്കെ ഈ ഒരു സ്വഭാവം കാരണം മനുഷ്യന്മാരുടെ ഓർമ്മശക്തി കുറയുന്നു. വേണ്ടതും വേണ്ടാത്തതുമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു ശീലം വന്നു പോകുന്നു. ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതായിരിക്കുന്ന ആ നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ തന്നെ എന്തെങ്കിലും ഒരു അവസരം ചെറുത് വരുമ്പോഴത്തേക്കും അതിശക്തമായിട്ട് പ്രതികരിക്കുകയും ആ പ്രതികരണത്തിൻ്റെ പേരിൽ പലപ്പോഴും പല റിലേഷൻസ് കട്ടായി പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ പല ഹൈറ്റ്സും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ടതില്ലാതായി പോകുന്നു. കാരണക്കാരൻ മറ്റാരുമല്ല, നമ്മുടെയൊക്കെ കീശയിലിട്ട് ഓമനിച്ച് നമ്മൾ കൊണ്ടു നടക്കുന്നതായിരിക്കുന്ന ഈ മൊബൈൽ തന്നെ. മൊബൈൽ നല്ലതാണ്. ഞാനും മൊബൈൽ ഉപയോഗിക്കുന്ന ആളാണ്. മൊബൈലിലൂടെ ഞാൻ പഠിക്കാറുണ്ട്. മൊബൈലിലൂടെ പുതിയ പുതിയ ലോകങ്ങൾ പോകാറുണ്ട്. ഈ ബുക്സ് ഞാൻ വായിക്കാറുണ്ട്, കേൾക്കാറുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ എന്നിരുന്നാലും വേണ്ട സമയത്ത് അതിന് ഉപയോഗിക്കാനും അല്ലാത്ത സമയത്ത് അതിനെ മാറ്റി വെച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ മാറ്റി വെക്കാനും അതിലുണ്ടല്ലോ ഒരു 3 സ്വിച്ച്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും അത് ഓൺ ആക്കണോ, ഓഫ് ആക്കണോ, സൈലൻ്റ് ആക്കണോ, ഈ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിലും മനസ്സിനെ സൈലൻ്റ് ആക്കണമെങ്കിൽ സൈലൻ്റ് ആക്കാൻ, അതിലെ പ്രോഗ്രാം നമ്മളെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് എപ്പോഴൊക്കെ പറ്റുമോ അപ്പോഴൊക്കെ അതിൻ്റെ അഡിക്റ്റഡായി പോവാതിരിക്കാൻ വേണ്ടി ആ തല കുനിച്ച് നടക്കുന്ന ഒരു സ്വഭാവം അത് സ്വാഭാവികമായിട്ടും സ്പോണ്ടിലോസിസ് മനുഷ്യന്മാർക്ക് കൂട്ടും. സ്ഥിരമായിട്ട് തല
കുനിച്ചിരുന്ന് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അധികം വൈകാതെ അവർക്ക് സ്പോണ്ടിലോലിസിസിന്റെ അസുഖം വന്നിരിക്കും, യാതൊരു സംശയവുമില്ല. എല്ല് തേയ്മാനം വരാൻ തുടങ്ങും. പിന്നെ അവരുടെ സ്ട്രെസ് ലെവൽ എപ്പോഴും കൂടുതലായിരിക്കും, കോൺഫിഡൻസ് ലെവൽ എപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കും. തല താഴ്ത്തി നടക്കുന്നത് കോൺഫിഡൻസിനെ കുറയ്ക്കുന്ന ബോഡി പോസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ എത്ര കൂടുതൽ സമയം നിങ്ങൾ തല താഴ്ത്തിയിരിക്കുന്നുണ്ടോ അത്രയും നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിന്റെ അളവ് കുറയും. അതുകൊണ്ട് ഈ തല താഴ്ത്തുക എന്നുള്ളത് വലിയൊരു അസുഖമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആവശ്യത്തിന് ഉപയോഗിക്കണം. ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇന്ന് സിസ്റ്ററിന് ഈ വീഡിയോ കാണുന്നതും മൊബൈലിൽ തന്നെയല്ലേ? തീർച്ചയായിട്ടുമാണ്. അതുകൊണ്ടാണ് ആരംഭത്തിൽ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, ഞാനും കാണാറുണ്ട്, ഞാനും നല്ല നല്ല വീഡിയോസ് കാണാറുണ്ട്, നല്ല നല്ല ആളുകളുടെ സ്പീച്ചസ് കേൾക്കാറുണ്ട്, പഠിക്കാറുണ്ട്. നമ്മുടെ സീനിയേഴ്സ് ആയിരിക്കുന്ന ഓൺലൈനിൽ, ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കിൽ എല്ലാം ഓൺലൈനിലാണ്. നമ്മൾ ഡെയിലി ക്ലാസ് കൊടുക്കുന്നത് ഓൺലൈനിലാണ്, ബേസിക് കോഴ്സ് കൊടുക്കുന്നു ഓൺലൈനിലാണ്, ട്രെയിനിങ് കൊടുക്കുന്നു ഓൺലൈനിലാണ്. ആവശ്യത്തിന് ഉപയോഗിക്കുകയും ആവശ്യമില്ലാത്ത സമയത്ത് മാറ്റിവെക്കാനും പറ്റാനുള്ള ഒരു കൺട്രോളിങ് അവിടെ ആവശ്യത്തിന് തലകുനിക്കുള്ളൂ. എല്ലാ സമയത്തും നമ്മൾ മൊബൈലിലാവുന്നതോട് കൂടിയിട്ട് ഇത് നിങ്ങൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. രണ്ടാമത്, മനസ്സിനെ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരരുത്. ഈ പുതിയ കാലത്ത് എല്ലാവരുടെ കയ്യിലും ക്യാമറയായപ്പോൾ അതിനൊരു സ്വഭാവം, പണ്ട് എന്തെങ്കിലും ഒരു കാര്യം, ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ എല്ലാവരും ആ പ്രോഗ്രാമിൻ്റെ ഭാഗവാക്കാവാനും അവിടെ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും കൊച്ചു കൊച്ചു തമാശ പറഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്തു. ഇപ്പോൾ ഒരു മാരേജ് ഫംഗ്ഷൻ ആണെങ്കിൽ വരുന്നവരെ വെള്ളം കഴിപ്പിച്ചു, അല്ലെങ്കിൽ ആ മാരേജിൻ്റെ പരിപാടിയിൽ എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞും ആസ്വദിച്ചും സംസാരിച്ചും നിൽക്കുന്നതിന് പകരം ഇപ്പം എല്ലാവരുടെ കയ്യിലും നിങ്ങളൊരു മൊബൈൽ, ഒരു കല്യാണ ഫംഗ്ഷൻ ആവട്ടെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഉത്സവമാവട്ടെ, മറ്റേതെങ്കിലും ബർത്ത്ഡേ സെലിബ്രേഷൻ ആവട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, എവിടെ എന്ത് കാര്യം നടക്കുമ്പോഴും എല്ലാവരെയും വിചാരം എന്നാൽ ഫോട്ടോ എടുക്കല്ലേ, ഉടനെ സ്വന്തം മൊബൈൽ എടുത്തു, ക്യാമറ എടുത്തു, ഫോട്ടോയുടെ പിന്നാലെ പോയി. ഫോട്ടോയുടെ പിന്നാലെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൻ്റെ ഫ്രെയിമിലേ കാണും. മീൻസ് ഈ ഒരു പ്രോഗ്രാം നടക്കുകയാണ്, ആ പ്രോഗ്രാമിൽ ഒരു ടോട്ടൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ആസ്വദിക്കാൻ നമുക്ക് പറ്റില്ല. അവിടെ നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ നടക്കുന്നത്, അതിനെ ക്യാമറയുടെ ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ കൊണ്ടാണുള്ള ശ്രദ്ധ മാത്രമായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. പതുക്കെ 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 എന്ത് കാര്യം നിങ്ങൾ നിരന്തരമായി ചെയ്യുന്നുണ്ടോ, ഏത് കാര്യം നിരന്തരമായിട്ട് നിങ്ങൾ വ്യൂ ചെയ്യുന്നുണ്ടോ, അത് സ്വാഭാവികമായി നിങ്ങളുടെ മനസ്സിനെ അത്തരം ഫ്രെയിമുകളിൽ കുരുക്കിക്കളയാണ്. ആ കാര്യത്തെ ആസ്വദിക്കാൻ പറ്റില്ല. പകരം എന്ത് ചെയ്യണം, ഇവിടെയും ഒരു ക്യാമറ നമുക്ക് തന്നിട്ടുണ്ടല്ലോ, ഓരോ കാര്യത്തിനും അതിൻ്റെ ജീവനോട് കൂടി ആസ്വദിക്കൂ. ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കണ്ടും ചിരിച്ചും ആസ്വദിച്ചും ആനന്ദിച്ചും, പണ്ട് ക്യാമറമാൻമാർ 2-3 പേരുണ്ടാവും, അവർ ഓടി നടക്കുന്നുണ്ടായിരിക്കും, അവർക്ക് ആകെ ഒരു ക്ലിക്ക് ചെയ്യുക എന്നുള്ള വിചാരം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ക്യാമറമാൻമാരേ ഉള്ളൂ, അതുകൊണ്ട് എൻജോയ് ചെയ്യുന്നവരെണ്ണം കുറഞ്ഞുപോയി. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല മുഹൂർത്തങ്ങളെ മനസ്സിലേക്ക് പകർത്താം. ആവശ്യത്തിന് വേണോ 1-2 പേര് അല്ലെങ്കിൽ ഒരാൾ ആവശ്യമുള്ള ക്ലിപ്സ് എടുക്കുക. അതല്ലാതെ എല്ലാവരുടെ കയ്യിലും ക്യാമറയുണ്ട്, എല്ലാവരും ക്യാമറമാൻമാർ, എല്ലാവരും സെൽഫികൾ, എന്നിട്ട് ഈ ഫോട്ടോ ഒക്കെ എവിടെയെങ്കിലും ഉണ്ടാവുമോ? അതൊട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് ഫ്രെയിമിൻ്റെ പിന്നാലെ ഓടുക എന്നുള്ളതൊരു വലിയ ദോഷമാണ്. അതിൻ്റെ സൈഡ് എഫക്റ്റാണ് നമ്മുടെ മനസ്സ് ഫ്രെയിംഡ് ആയിട്ട് പോകുന്നുള്ളത്. ഞാൻ സ്ട്രെസ് മാനേജ്മെൻറ്റ് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ട്രെയിനിങ്ങിൽ പഠിച്ചത് ഞാൻ ഓർമ്മിക്കും. ആരാണോ കുടുസായ മുറിയിലുള്ളിൽ അധികം സമയം ചെലവഴിക്കുന്നത് അവരുടെ ചിന്താധാര അതുപോലെ ചെറുതായിക്കൊണ്ടിരിക്കും. ആരാണോ വിശാലമായ ആകാശത്തിൻ്റെ താഴെ കൃഷിയും അല്ലെങ്കിൽ പച്ചക്കറി കൃഷി, പ്രകൃതിയുമായിട്ട് ഇണങ്ങി തുറന്ന ആകാശത്തും കടൽത്തീരത്തും ഒക്കെ സമയം ചെലവഴിക്കുന്നത് അവരുടെ ചിന്താധാരയിലും അതുപോലെ ആ ഒരു വിശാലത കാണുമെന്ന്. അതുകൊണ്ടായിരിക്കാം ഗാന്ധിജിയുടെ വാക്ക് ഞാൻ ഓർത്തു പോവുകയാണ്, നമ്മുടെ ഭാരതത്തിൻ്റെ ആത്മാവ് ഉറങ്ങുന്നത് ഗ്രാമത്തിലാണ് എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അർത്ഥം ഗ്രാമീണരുടെ മനോഭാവത്തിലും അതിൻ്റെ ആ ഒരു ശുദ്ധിയും ആ ഒരു വിശാലതയും ഇന്നും ഇത്രയ്ക്കൊക്കെ ലോകം മോശമായിട്ടും കുറേ നല്ല നല്ല മനസ്സുകളെ നമുക്ക് ഒത്തിരി നല്ല മനുഷ്യന്മാരെ ഗ്രാമാന്തരങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് അവിടെയുള്ളതായിട്ടൊരു വൈഡ് വ്യൂ അത് നമുക്ക് എവിടെ ഇരുന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഡേ ബൈ ഡേ നമ്മൾ ഇങ്ങനെ ഫ്രെയിമിലേക്ക് ഒതുങ്ങി നമ്മുടെ മൈൻഡിലെ തിങ്കിങ് പാറ്റേൺ അത് ഓട്ടോമാറ്റിക്കലി ആ വിചാരധാര ഫ്രെയിമിലേക്കായി പോവും. അത് നമുക്ക് വളരെ വലിയ നഷ്ടം ഉണ്ടാക്കും. പിന്നെ മൂന്നാമത്തെ ഘടകം, ഇന്ന് എക്സസൈസ് ചെയ്യാത്തുന്നത് അധിക മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അത് വേണ്ടാത്ത, ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു ഘടകമായി മാറിപ്പോയി. നമുക്ക് എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ, പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ് ഈ കൊറോണ കാലഘട്ടത്തിൽ ദിവസവും അരമണിക്കൂർ സമയം നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡോപ്പാമിൻ സ്വാഭാവികമായി കൊണ്ട് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയെ കൂട്ടും. നമ്മൾ മറ്റാർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ഒരു സർവീസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന സെറോട്ടോൺ അത് സ്വാഭാവികമായും നമ്മുടെ റെസിസ്റ്റൻസ് പവറിനെ കൂട്ടും. ഇങ്ങനെ ശരീരത്തിന് സന്തോഷം തരുന്നതായിരിക്കുന്ന, ശരീരത്തിലെ മുഴുവൻ കോശങ്ങൾ തമ്മിലുള്ളതായിട്ടുള്ള അലൈൻമെന്റിന് സപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കുന്ന ഓരോ കോശവും ഒരു മെസ്സേജ് ഞാൻ റിസീവ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ ആ മെസ്സേജ് സ്വാഭാവികമായിട്ട് ഈ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും സെക്കൻഡ്
സെക്കൻഡ്സിൻ്റെ ടൈം കൊണ്ട് അത് മെസ്സേജ് പാസ്സാവുന്നുണ്ട്. ഞാൻ എക്സസൈസ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി നമ്മളൊരു ടീമിലാണെങ്കിലും അല്ലെങ്കിലും ഈ ശരീരത്തിനുമായിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഈ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും നമ്മൾ അതിനെ ശ്രദ്ധിക്കുകയാണെന്ന് ഫീൽ ചെയ്യും. നിങ്ങളുടെ അച്ഛനും അമ്മയും നമ്മളെ കെയർ ചെയ്യുമ്പോൾ, ഒരു സ്ഥലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ നമ്മളെ കെയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തുമാത്രം സുഖം അനുഭവപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾ ഇതിനെ കെയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഈ പഞ്ചതത്വങ്ങൾ സുഖിക്കും, അത് നിങ്ങൾക്ക് തിരിച്ചു സുഖം തരുകയും ചെയ്യും. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ളതായിട്ടുള്ള വ്യായാമങ്ങളിലൂടെ, ഡാൻസ് എക്സസൈസ് ആയാലും കുഴപ്പമില്ല, എക്സസൈസ് ആയാലും കുഴപ്പമില്ല, യോഗാസനങ്ങളായാലും കുഴപ്പമില്ല, നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലർ എന്നോട് പറയാറുണ്ട്, ഞാൻ നന്നായിട്ട് കൈക്കോട്ട് കളയ്ക്കുന്ന ജോലി എടുക്കുന്ന ആളാണ്, എൻ്റെ ശരീരം നന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്, അപ്പോൾ എനിക്ക് എക്സസൈസ് ആവശ്യമില്ല. ഞാൻ അങ്ങനെ അതിനെ ഒരിക്കലും അനുകൂലിക്കുന്ന കൂട്ടില്ല. തീർച്ചയായിട്ടും രോഗങ്ങൾ അവർക്ക് കുറവായിരിക്കാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം യോഗാസനങ്ങളിലൂടെ എക്സസൈസോ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് അനുഭവിക്കുന്ന ഒരു ഹാപ്പിനെസ് കൂടിയുണ്ട്. അത് നിങ്ങൾക്ക് ജോലിയിൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും ഓക്കെ. അതർവൈസ് ഇതിനു വേണ്ടി കുറച്ച് സമയം കണ്ടെത്തിക്കൊണ്ട് എക്സസൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്രെയിനിന് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ പെർഫെക്റ്റ്ലി ഓക്കെ ആവും. ആവശ്യമുള്ള അത്രയും ഗ്ലൂക്കോസ് നമ്മുടെ ബ്രെയിനിന് കൊടുക്കാനായിട്ട് എക്സസൈസിലൂടെ സാധിക്കും. അതുകൊണ്ട് തടിച്ചവർക്ക് മാത്രമുള്ളതല്ല എക്സസൈസ്, മെലിഞ്ഞവർക്ക് മാത്രമുള്ളതല്ല എക്സസൈസ്. എക്സസൈസ് എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ സ്ട്രെച്ചിങ്ങിലൂടെ സർക്കുലേഷൻ ശരീരത്തിന് വേണ്ട രീതിയിൽ പ്രോപ്പറായി കൊടുക്കാനും ഇതിൻ്റെ ക്ലീനിങ്ങിന് ഇതിനെ സപ്പോർട്ട് ചെയ്യാനും, ഇതിനെ നമ്മളൊന്ന് കെയർ ചെയ്തിരിക്കുകയാണ്, ഇത് ഹാപ്പി ആവും, ഇത് നമുക്ക് തിരിച്ച് സപ്പോർട്ട് നല്ല ഹെൽത്തിൻ്റെ രൂപത്തിൽ തരുകയും ചെയ്യും. അതുകൊണ്ട് നല്ല എക്സസൈസിന് നല്ല ആരോഗ്യത്തിന് അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉറക്കവും വേണം. ഉറക്കത്തിനെ കുറിച്ച് ഞാൻ നല്ല ഉറക്കം കിട്ടാൻ എങ്ങനെ വേണം, നല്ല ഉറക്കം എന്തുകൊണ്ട് ആവശ്യം, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പല വീഡിയോസ് മുന്നേ ഇട്ടിട്ടുണ്ട്. ഈവൻ ഉറക്കമില്ലാത്തവർക്ക് വേണ്ടി നല്ല ഉറക്കം കിട്ടാനുള്ള മെഡിറ്റേഷൻ്റെ ഒരു കമൻട്രി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഗുഡ് നൈറ്റ് മെഡിറ്റേഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് VK ഷീബയിൽ. ഇതൊക്കെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ നിങ്ങൾ കണ്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അറ്റ് ദ സെയിം ടൈം ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരികയാണ്, നല്ല ഉറക്കം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഉറക്കം നല്ല ഉറക്കമാവണമെങ്കിൽ, അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ്, നല്ല ഉറക്കമാവണമെന്നുണ്ടെങ്കിൽ ഉറങ്ങും മുന്നേ നമ്മുടെ ശരീരത്തിന് ആദ്യം മെസ്സേജ് കൊടുക്കണം, യെസ് ഐ ആം റെഡി എന്ന്. അതിനുവേണ്ടി ഇതിന് നമ്മൾ സാധാരണ ജോലിക്ക് പോകുമ്പോഴും കാര്യങ്ങൾക്കും ചെയ്ത വസ്ത്രത്തിന് മാറ്റി ഫ്രഷ് ഡ്രസ്സിൽ കുളിച്ച് ഇതിന് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞ് നോക്കി ഉറങ്ങാൻ പോകാനുള്ളതായിട്ടുള്ള സമയമായി. മറ്റെല്ലാ ആക്ടിവിറ്റിയും അതിനെ സ്റ്റോപ്പ് ചെയ്യണം. മറ്റെല്ലാ ആക്ടിവിറ്റിയും സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് വയറ് നിറച്ച് കിടന്ന് ഉറങ്ങാൻ വരുമ്പോൾ ആ വയറിൻ്റെ സിസ്റ്റം, പാവം ഡൈജഷൻ സിസ്റ്റത്തിന് മാത്രം യാതൊരു കാരണവശാലും റെസ്റ്റ് കിട്ടില്ല. അത് നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും പ്രവർത്തിക്കണം. ഉറക്കം തൂങ്ങി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് പെർഫെക്റ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. അതുപോലെ വയറ് നിറച്ചുറങ്ങുന്ന ഒരാളുടെ ഡൈജഷൻ സിസ്റ്റത്തിന് രാത്രി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ കഴിയില്ല. അത് പ്രവർത്തിച്ച് ക്ഷീണിച്ച് പ്രോപ്പർ ഡൈജഷൻ ഇല്ലാതെ ആ ഫുഡ് നിങ്ങൾക്ക് ശരീരത്തിന് ദോഷമാക്കി മാറ്റുകയും ചെയ്യും. അതുകൊണ്ട് ഉറങ്ങുന്നതിനേക്കാൾ 2 മണിക്കൂർ മുന്നേ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരിക്കണം. മിനിമം 2 മണിക്കൂർ, 3 മണിക്കൂർ മുന്നേ കഴിക്കാൻ പറ്റുമെങ്കിൽ ദ ബെസ്റ്റ് ആണ്. അല്ലെങ്കിൽ 2 മണിക്കൂർ മുന്നെങ്കിലും ഫുഡ് കഴിക്കണം. കഴിക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കരുത്. അരവയർ അത്താഴം എന്നാണ് പറയുന്നത്. വയറ് പകുതി ആഹാരം കഴിച്ചാൽ മതിയാവും. പിന്നെ ഉറങ്ങും മുന്നേ ഈശ്വരന് കത്തെഴുതി മനസ്സിൻ്റെ ഭാരമൊക്കെ ഇല്ലാതാക്കി എന്താണോ നമ്മുടെ ലൈഫിൽ ഡ്രീം അതിനെ വിഷ്വലൈസ് ചെയ്ത് എനർജൈസ് ചെയ്ത് ആ വിഷ്വലൈസ് ചെയ്ത് ഫീൽ ചെയ്ത് ഉറങ്ങിക്കോളൂ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഒരു പോയിന്റ് കൂടി എനിക്ക് പറയാനുണ്ട്, അധിക സമയം TV കാണരുത്. സമയം ഇല്ലാതാക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം നമ്മൾ അധിക സമയം TV കാണുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരുപാട് ടൈം TV കാണാൻ വേണ്ടി സ്പെൻഡ് ചെയ്യരുത്. അതിലൂടെ നിങ്ങൾ ശ്രമിച്ചോളൂ TV കാണുന്നേക്കാൾ അപ്പുറം ആ TV-യിൽ വരുന്ന സ്റ്റാർ ആവാൻ വേണ്ടി ശ്രമിക്കുക. അത് നല്ലതാണ്. പക്ഷെ TV കണ്ട് എത്ര മണിക്കൂർ പോകുന്നു, അത് നമ്മുടെ ജീവിതത്തിലെ വലിയ നഷ്ടമാണ്. ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളതാണ്, മൾട്ടി ടാസ്കിങ്. നമ്മുടെ ബ്രെയിനിനെ ക്ഷീണിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് മൾട്ടി ടാസ്കിങ്. അതിൽ നിങ്ങൾക്ക് മൾട്ടി ടാസ്കിങ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ഞാൻ ക്ലിയർ ആക്കി പറഞ്ഞു തരികയാണ്. ഒരാൾക്ക് 10 ബിസിനസ് വേണമെങ്കിലും മാനേജ് ചെയ്യാം. പക്ഷെ എറ്റ് എ ടൈം ഒരു കോൺസെൻട്രേഷൻ ഒന്നിലേക്ക് കൊടുക്കാൻ പറ്റുമോ? 4 എണ്ണം 5 എണ്ണം ഒരേ സമയം തുടങ്ങാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4ഉം 5ഉം നിങ്ങൾക്ക് സക്സസ് ആക്കാൻ പറ്റില്ല എന്നതാണ് 99% സാധ്യത. 1% അതിനും അതിജീവിക്കുന്ന ആളുകൾ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ ഒരു കാര്യത്തിൻ്റെ സ്റ്റാർട്ടപ്പ് ടൈം അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതിനെ വളർത്തുകയും റണ്ണിങ് ആക്കിയ ശേഷം നിങ്ങളുടെ ലിമിറ്റഡ് അറ്റൻഷൻ ഒരു കാര്യത്തിന് കൊടുക്കാൻ പറ്റുന്ന സ്റ്റേജിലായി കഴിഞ്ഞാൽ നെക്സ്റ്റ് വേറെ നിങ്ങൾ തുടങ്ങിക്കോളൂ. നിങ്ങൾക്ക് എത്ര നിങ്ങളുടെ മാക്സിമം ഒപ്റ്റിമം യൂസ് എന്ന് പറയുമല്ലോ നമ്മൾ, ഒരു കാര്യത്തിന് നിങ്ങൾക്ക് എത്ര യൂസ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അത്ര യൂസ് ചെയ്തോളൂ. അത് ഓരോ പേഴ്സണും വാരിയാണ്. അതായത് ഇവർക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ബിസിനസ് നടത്താൻ പറ്റുള്ളൂ എന്ന് കരുതി മറ്റൊരാൾക്കും അതേ ചെയ്യാൻ പറ്റൂ, അങ്ങനെ യാതൊരു ലിമിറ്റും ഇല്ല. ഓരോ മനുഷ്യൻ്റെയും കഴിവുകൾ വ്യത്യസ്തങ്ങൾ തന്നെയാണ്. ഓരോരുത്തരുടെയും കാര്യങ്ങൾ ചെയ്യാനുള്ളതായിരിക്കുന്ന കപ്പാസിറ്റി വ്യത്യസ്തം തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, എറ്റ് എ ടൈം 4 കാര്യങ്ങൾ ഒരേ ഇൻട്രസ്റ്റിൽ ഒരേ താല്പര്യത്തോടെ ഒരേ ശ്രദ്ധ കൊടുക്കാൻ
നിങ്ങൾക്ക് പറ്റും, ഒരേ സമയം കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, പലരാവാൻ നമുക്ക് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു ഘട്ടം വന്നാൽ നമ്മുടെ ഉള്ളിൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ആ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ടെൻഷൻ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മൾട്ടി ടാസ്കിങ് നമ്മളെ ക്ഷീണിപ്പിക്കും. നമുക്ക് സാധാരണയേക്കാൾ കൂടുതൽ സമയം ഉറങ്ങിയാൽ പോലും നമുക്ക് മതിയാവാതെ വരും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ സംഘർഷം നടന്നുകൊണ്ടിരിക്കുക. അറ്റ് എ ടൈം അതും ഇതും ഒക്കെ ഒരുമിച്ച് ചെയ്യണമെന്ന് വന്നു കഴിയുമ്പോൾ ഒരുപോലെ ഇമ്പോർട്ടൻസ് എല്ലാ കാര്യത്തിലും ഒരേ സമയം കൊടുക്കാൻ പറ്റില്ല. പ്രയോറിറ്റി വൈസ് കൊടുക്കേണ്ടി വരും. പ്രയോറിറ്റി വൈസ് കൊടുക്കണമെങ്കിൽ ഒരു കുഞ്ഞു കുട്ടി ജനിക്കുമ്പോൾ, അതൊരു വീട്ടിൽ നോക്കിയാൽ നമുക്കറിയാം, 2 മക്കൾ ജനിച്ചു വരുമ്പോൾ ചെറിയ കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടി കുറച്ച് കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടി തന്നെ വരും. അതിൽ യാതൊരു സംശയവും. 2 മക്കൾക്ക് ഒരുപോലെ അറ്റൻഷൻ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു വിചാരിച്ചിരുന്നാൽ ചിലപ്പോൾ ചെറിയ കുട്ടി മരിച്ചു പോയെന്നും ഇരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് പുതിയ തുടക്കത്തിന് വേണ്ടി കുറച്ച് കൂടുതൽ ടൈം കൊടുക്കേണ്ടി വന്നേക്കും, കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വന്നേക്കും. അതിനെ റണ്ണിങ് ആയി നോർമലായി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേറെ തുടങ്ങാം. പക്ഷേ പിന്നെ കുറച്ച് സമയം കുറച്ച് ശ്രദ്ധയും കൊടുത്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതല്ലാതെ അറ്റ് എ ടൈം പലതിലേക്ക് പോകരുത്. അത് നമ്മുടെ ബ്രെയിനിനെ ക്ഷീണിപ്പിക്കുന്ന ഘടകമാണ്. മറ്റൊന്ന് സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം, ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അറ്റ് എ ടൈം ചില ആളുകൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ അവർ വേറൊരു കാര്യം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കും. അവിടെ രണ്ട് കാര്യത്തിനോടും നിങ്ങൾക്ക് ആ ഒരു നീതി പുലർത്താൻ സാധ്യമല്ല. കേൾക്കുന്ന ആൾ പറയുന്ന കാര്യത്തിന് ഹാഫ് ഹിയറിംഗ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് അവർ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമായിരിക്കും പറയേണ്ടായിരിക്കുക. നിങ്ങൾ അപ്പോൾ അവർ വിഷമമുള്ളൊരു കാര്യം പറയുമ്പോൾ പോലും നിങ്ങൾ സാധാരണമായിട്ടൊരു മൂളൽ കേൾക്കുമ്പോൾ പലപ്പോഴും ആ പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമമായിട്ട് മാറും. അപ്പം അതുകൊണ്ട് നിങ്ങളൊരു കാര്യം കേൾക്കുമ്പോൾ ശരിക്കും കേൾക്കണം. ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് മറ്റൊരു വീഡിയോ കാണുക, ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് മറ്റു വായിക്കുക, ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് മറ്റു പല കാര്യങ്ങൾ ചെയ്യുക. ചില ആളുകൾ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. ഫുഡ് കഴിച്ച് ഫുഡ് തണുത്തിട്ടുണ്ടാവും, എങ്ങനെയൊക്കെയോ ഉള്ള ആഹാരം കഴിക്കും. പക്ഷേ അവർക്ക് അപ്പോഴും അതിലും പൂർണ്ണമായിട്ട് ശ്രദ്ധ കൊടുത്താനോ ആ ഫുഡ് പ്രോപ്പറായി ഡൈജസ്റ്റ് ചെയ്ത് എനർജി റിസീവ് ചെയ്യാനോ സാധ്യമല്ല. അതുകൊണ്ട് ഇങ്ങനെ മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുമ്പോൾ ഒരാൾ പല ബിസിനസ് ചെയ്യാൻ പാടില്ലെന്നോ പല കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്നോ അല്ല. ഈ രീതിയിൽ 1ഉം 2ഉം പ്രോപ്പറായിട്ട് അറ്റൻഷൻ കൊടുക്കേണ്ട രീതിയിൽ ചെയ്യേണ്ടതിന് ആ രീതിയിൽ തന്നെ ചെയ്യണം. അല്ലാത്ത കാര്യങ്ങൾ മാനേജിങ് നമുക്ക് പറ്റും. മാനേജിങ് ആവാം, ഒറ്റ ടൈം നിങ്ങൾക്ക് ഒരേ ഇമ്പോർട്ടൻസോടെ ചെയ്യാൻ പറ്റില്ല. ഈ കാര്യത്തെ ഇന്നത്തെ ലോകത്ത് മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ലായിട്ട് മാനിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്, നിങ്ങൾക്കത് കൊണ്ടുവരാൻ പറ്റുകയും ചെയ്യും. പക്ഷെ ആ ഒരു വാക്കിനുള്ളിൽ കുരുങ്ങിയിട്ട് വേണ്ടത് വേണ്ടാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ബ്രെയിൻ ക്ഷീണിക്കും. ബ്രെയിൻ ക്ഷീണിച്ചു എന്നുള്ളതിൻ്റെ പ്രൂഫാണ് നിങ്ങളുടെ ശരീരം ക്ഷീണിക്കാൻ തുടങ്ങും. ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും ഇറിറ്റേഷൻ വരാൻ തുടങ്ങും, മടുപ്പ് വരാൻ തുടങ്ങും, ഓർമ്മ ആബ്സെൻറ്റ് മൈൻഡ്നെസ് വരാൻ തുടങ്ങും, പല കാര്യങ്ങളെയും മറക്കാൻ തുടങ്ങും. ഇപ്പം നമ്മൾ ഫോൺ വെച്ച് എവിടെയാണ് പോയെന്ന് ഓർമ്മയുണ്ടാവില്ല, കാറിൻ്റെ ചാവി എവിടെ വെച്ചെന്നാണ് നിങ്ങൾ മറക്കുന്നുണ്ടാവുള്ളൂ. നാളെ ആളുകളെ വരെ മറക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നേക്കാം. അതുകൊണ്ട് നമ്മളെ കപ്പാസിറ്റി മനസ്സിലാക്കിയും ഇത് ഒരുപാട് പവറുള്ളതായിട്ടുള്ളൊരു സാധനം തന്നെയാണ് നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ. മനുഷ്യന് ഭഗവാൻ തന്ന വലിയൊരു ഗിഫ്റ്റാണ് ഈ കമ്പ്യൂട്ടർ. പക്ഷെ ആ കമ്പ്യൂട്ടറിന് ഓരോ ഫയലും ഏത് രീതിയിൽ ഓപ്പൺ ചെയ്യണം, അതിൻ്റെ പ്രോഗ്രാമിംഗ് എങ്ങനെ ചെയ്യണം, അതിനറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ കൊച്ചു അശ്രദ്ധകൾ കൊണ്ട് വലിയ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പ്രോപ്പറായിട്ട് രീതിയിൽ നിങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കട്ടെ. നിങ്ങളുടെ ആ ഒരു തലച്ചോറിൻ്റെ ശക്തി കൊണ്ട് ലോകത്തെല്ലാ കമ്പ്യൂട്ടറും കൂട്ടിവെച്ചാൽ പോലും ഒരു മനുഷ്യൻ്റെ തലച്ചോറിനോളം വരില്ലെന്നാ പറയുന്നത്. അത്രയും വലിയ ഗിഫ്റ്റിനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.